നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ. എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാത്തിരുന്ന വീഡിയോ ആണ്. ചേർത്തല എക്സ് ജംഗ്ഷൻ മുതൽ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെയുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നല്ല കിണ്ണം കാച്ചിയ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. KCC ബിൽക്കോൺ കുറേ നാൾ പണി ഇല്ലാതിരുന്ന സ്ഥലമായിരുന്നു. പണി ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തെക്കൻ ജില്ലകളിൽ നിലവിലിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പണി നടക്കാതിരുന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റീച്ചാണ് ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം. അതായത് ചേർത്തല മുതൽ ആലപ്പുഴ ബൈപ്പാസിനിടയ്ക്കുള്ള സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ, അതായത് ഈ സ്ഥലത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9/1/2026 ആയിരുന്നു. അപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോ ഈ ഒരു ഭാഗത്തെ വീണ്ടും എടുക്കുന്നത്. 22/2/2026 ഏകദേശം ഒരു 11 മണി കഴിഞ്ഞ് 12 മണിക്കിടയ്ക്കായിട്ടുള്ള സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തത്. ഇതിനിടയ്ക്ക് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തു, ബാറ്ററിയൊക്കെ ചാർജ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ബാക്കി പകുതി ഭാഗം ഈ ഒരു വീഡിയോയ്ക്കകത്തുള്ളത് എടുത്തത്. നമ്മൾ ചേർത്തല എക്സ് ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. അടുത്ത അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന 11-ാം മൈൽ ഭാഗത്തേക്കാണ്. മതിലകം ഭാഗമൊക്കെ കഴിഞ്ഞ് നമ്മൾ 11-ാം മൈൽ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മളിപ്പം ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. കാരണം ഓരോ അണ്ടർപാസ് കയറുന്നതിൻ്റെയും ഇറങ്ങുന്നതിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് എൻട്രി എക്സിറ്റ് പോയിൻറ്റുകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിട്ട് തുടങ്ങിയതേ ഉള്ളായിരുന്നു. നമ്മുടെ 11-ാം മൈൽ ഭാഗത്തായിട്ട് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുമായിട്ട് രണ്ട് ആ ബ്ലോക്ക് വെച്ച് തുടങ്ങുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി. അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടാണ് ഇപ്പം ഉയർത്തി വെച്ചിരിക്കുന്നത്. കുറേ കൂടി കഴിഞ്ഞാൽ പിന്നെ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന തരത്തിലോട്ടായി പോവും. ഇപ്പോൾ കുറേ കൂടി ഇപ്പം മണ്ണിട്ട് കഴിഞ്ഞ് കാണും. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 22-ാം തീയതി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവുകയാണ്. 11-ാം മൈൽ കഴിഞ്ഞ് മൈത്താര ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. ഒരു പണിയില്ലാതെ കിടന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ കുറേ മാസങ്ങൾ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തുമായിട്ടുണ്ട്. കാരണം അണ്ടർപാസ് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. നേരെ മുമ്പോട്ട് പോവുകയാണ്. 11-ാം മൈൽ കഴിഞ്ഞ് മൈത്താര തിരുവിഴ അണ്ടർപാസിൻ്റെ ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോ, അതായത് തുറവൂർ മുതൽ ചേർത്തല ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് വരെ ഒരു വീഡിയോയും പിന്നെ ചേർത്തല ബൈപ്പാസ് ഒറ്റപ്പുന്ന മുതൽ എക്സ് ജംഗ്ഷൻ വരെയുള്ള വീഡിയോയും നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോ ആണ്. ആ വീഡിയോയുടെ 2ൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചിലപ്പം ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിയതായിട്ട് കാണാൻ പറ്റും. പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും സർവീസ് റോഡ് വഴിയാണ് ഇപ്പം വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ചിലപ്പം ഒരു വശം ചിലപ്പോൾ ഓപ്പണാക്കി കൊടുക്കും. ഏത് സമയത്ത് വേണമെങ്കിലും ഡൈവർഷൻ വരാം. അതേപോലുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരുവിഴ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് പോവുകയാണ്. ഇവിടെ വരെ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മാസം കൊണ്ട് തന്നെ അടിച്ച് തകർത്തിട്ടുണ്ട്. ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തും കാണാൻ പറ്റും. നേരെ മുമ്പോട്ട് നമ്മൾ വരുന്നിടത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇനി അപ്രോച്ച് റോഡിന് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണി നടക്കാനുണ്ട്. നമ്മളീ പോകുന്ന വഴിക്ക് പണി കഴിഞ്ഞ ഭാഗത്തൊക്കെ ഒരുപാട് പണികൾ പിന്നെയും നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു വളവനാടൊക്കെ കഴിഞ്ഞ് വെച്ചാൽ ആദ്യ ഘട്ടങ്ങളിലൊക്കെ പണി നടന്നുകൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പം വലിയ പണിയൊന്നും പുരോഗമിക്കുന്നില്ല. കഴിഞ്ഞ് കിടക്കുന്ന ഭാഗത്തായിട്ട് തന്നെ അവിടെ ഇനി 2ാമത്തെ ലെയർ ടാറിങ് വർക്കുകളും പോസ്റ്റൊക്കെ ഇടേണ്ട പണികളാണ്. അതേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ നിർമ്മാണം വെക്കേണ്ട പണികളാണ് ഇനി വരാനുള്ളത്. അപ്പോൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഇനി 2 സൈഡിലും ആ ഒരു ചെറിയ വാൾ ബ്ലോക്ക് വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയുണ്ട്. ഇവിടെ വലതുഭാഗത്ത് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നേരെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. തിരുവിഴ അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് കണിച്ചുകുളങ്ങര അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. വലിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വലത്തേ സൈഡിൽ ഇവിടെ സർവീസ് റോഡ് നോക്കിക്കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ നേരെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. വലത്തേ സൈഡിലായിട്ട് ഇവിടെ ഒരു പുതിയൊരു പെട്രോൾ പമ്പിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ
കൊല്ലത്ത് നിന്ന് എറണാകുളം ഡയറക്ഷനിലോട്ട് വരുമ്പോൾ ആലപ്പുഴ ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് നമുക്ക് വലുതായിട്ട് പെട്രോൾ പമ്പൊന്നും വലുതായിട്ടില്ലായിരുന്നു. ഇപ്പം പെട്രോൾ പമ്പുകളിപ്പം ധാരാളം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചേർത്തല ഭാഗത്തോട്ടൊക്കെ അടുക്കുമ്പം പെട്രോൾ പമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പുതിയ പെട്രോൾ പമ്പിൻ്റെയൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്, പണി കഴിഞ്ഞിട്ടുള്ളതുണ്ട്. നമ്മളിപ്പം നേരെ കണിച്ചുകുളങ്ങര അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. വലത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ആ ഒരു വീതിക്കായിട്ട്, സർവീസ് റോഡിൻ്റെ വീതിക്കായിട്ട് അവിടെ വലത്തെ സൈഡിൽ പഴയ മണ്ണ് നീക്കം ചെയ്ത് ഇപ്പം GSB ഒക്കെ ഇട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ കുറച്ച് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ നമുക്കൊരു ബോക്സ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ കണിച്ചുകുളങ്ങര കഴിഞ്ഞിട്ട് SN കോളേജ് വരുന്ന ഭാഗത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ വലത്തെ സൈഡിലെ ടാറിങ് വർക്കുകൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലാണ്. ബാക്കി ഇതിനിടയ്ക്കായിട്ട് വരുന്ന 6 വരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്യാവശ്യം കുറേ കൂടി പുരോഗമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ മണ്ണിട്ട് തുടങ്ങിയതേ ഉള്ളായിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ GSB ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വലതു ഭാഗത്തായിട്ട് GSB ഇട്ട് നികത്തി വരുന്നുണ്ട്. അപ്പം ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പീഡിലായിട്ട് തന്നെ പണി പുരോഗമിച്ചിട്ടുണ്ട്. നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പം സർവീസ് റോഡ് പിന്നെ ഇടത്തെ സൈഡിൽ നിന്ന് പിന്നെ നമ്മുടെ പഴയ റോഡിലോട്ട് മെർജ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെർജിങ് വരുന്ന സ്ഥലത്തായിട്ട് നമ്മൾ എത്തുമ്പം അത്യാവശ്യം പതുക്കെ പോകാൻ ശ്രമിക്കുക. മാത്രമല്ല ഓവർടേക്കിങ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പം കയറി കൊടുക്കരുത്. അവിടുന്ന് ഇങ്ങോട്ട് ഒരു വാഹനം അഥവാ ഓവർടേക്കിങ് ചെയ്യുവാണെങ്കിൽ നല്ല ഇടിയായിരിക്കും ഇടിക്കുന്നത്. ഇത് സ്ഥിരം പറയുന്നതാണ്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും പറഞ്ഞു പോകുന്നത്. നമ്മളിനി നേരെ SL പുരം കഞ്ഞിക്കുഴി ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ AS കനാൽ കടന്നു പോകുന്ന ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്തെ സൈഡിൽ താൽക്കാലികമായിട്ട് അവർ മണ്ണടിച്ച് നികത്തിയിട്ട് സർവീസ് റോഡ് അവിടെ പണിഞ്ഞിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഡൈവേർഷൻ ഇതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ AS കനാലിൻ്റെ ഭാഗത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മുമ്പോട്ട് പോവുകയാണ്. കുറച്ച് ഭാഗം കൂടി ഇവിടെ ടാറിങ് വർക്കുകൾ നമുക്ക് ആ ഒരു 6 വരിപ്പാതയിൽ നടന്നിട്ടുണ്ട്. ബാക്കി ഇപ്പുറത്തെ സൈഡിൽ പണി നടക്കാത്തതും പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് നോക്കുമ്പോൾ കാണുമ്പം പണി നടക്കാത്തതും അവിടെ എല്ലാം അപ്രോച്ച് റോഡ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിരപ്പായിരുന്നെങ്കിൽ ടാർ ചെയ്ത് പോയനെ. അപ്പോൾ ഇനി ഇവിടുന്ന് മുമ്പോട്ട് പിന്നെ 2 സൈഡിലും ചെറിയ ആറിവാൾ ബ്ലോക്ക് വെച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് ഇനി വരാൻ പോകുന്നത്. ചെറിയ ആറിവാൾ ബ്ലോക്ക് KCC ബിൽക്കോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അശോക ബിൽക്കോണൊക്കെ ചെറിയ ആറിവാൾ ബ്ലോക്കാണ്. പിന്നെ എറണാകുളം ജില്ലയിൽ ഓറിയൻ്റൽ കമ്പനിയൊക്കെ ചെറിയ ആറിവാൾ ബ്ലോക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിശ്വസമുദ്രയുടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സ്ഥലത്ത് പിന്നെ വലിയ ആറിവാൾ ബ്ലോക്കാണ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. അങ്ങോട്ട് പിന്നെ RDS പ്രോജക്റ്റ് RKC കമ്പനിയൊക്കെ വലിയ ആറിവാൾ ബ്ലോക്കാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ആറിവാൾ ബ്ലോക്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പിറക്കി വെക്കാം. മറ്റേത് വലിയ ആറിവാൾ ബ്ലോക്ക് ആകുമ്പം ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് വേണം എടുത്ത് ഉയർത്തി വെക്കാൻ. എങ്ങോട്ടേലുമൊക്കെ കൊണ്ടുപോകുന്നതിനും ക്രെയിൻ വേണ്ടി വരും. നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മളിഞ്ഞ് നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളത്തിട്ട് കഴിഞ്ഞ് നേരെ ഇഞ്ഞ് വളവനാട് ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പഴയ റോഡ് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ വർക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും ഇവിടെയും സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ട് എറണാകുളം ഡയറക്ഷനിലോട്ടും കൊല്ലം ഡയറക്ഷനിലോട്ടും പോകേണ്ട വാഹനങ്ങൾ ഇവിടെ ഇതുവഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പഴയ റോഡ് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വളവനാട് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പഴയ റോഡിലോട്ട് മെർജാവുന്നുണ്ട്. അപ്പം ഇവിടെയും എത്തുമ്പം ഇതൊക്കെ വരാൻ ശ്രമിക്കുക. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും ഇവിടെയൊക്കെ ഇടത്തെ സൈഡിലായിട്ട് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ പുരോഗമിക്കാനുണ്ട്. വലത്തെ സൈഡിലായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വളവനാട് കഴിഞ്ഞിട്ട് നേരെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്തായിട്ട് പോകുമ്പോൾ കൂടുതലും ഇപ്പം അപ്രോച്ച് റോഡുകളുടെ, അതായത് അണ്ടർപാസുകളിൽ അപ്രോച്ച് റോഡുകളുടെ പണിയാണ് പിന്നെ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മുമ്പോട്ട് പോകുമ്പം വലിയ കലവൂരിൽ അണ്ടർപാസ് ആയിരുന്നു ആദ്യമേ അവർ കഴിഞ്ഞത്. പിന്നെ അങ്ങോട്ട് പിന്നെ പാതിരാപ്പള്ളി ഭാഗത്തെയും പൂങ്കാവ് ഭാഗത്തെയൊക്കെ തുമ്പുളി ഭാഗത്തെയൊക്കെ പണികൾ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ വലത്തെ സൈഡിലായിട്ട് പണി നടക്കാതിരുന്ന ഭാഗത്ത് ഡ്രൈനേജിൻ്റെയൊക്കെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളവനാട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ 6 വരിപ്പാതയുടെ ഭാഗമായിട്ടുള്ള ഇടത്തെ സൈഡിലെ 3 വരിക്കുള്ള വീതിക്കായിട്ടുള്ള ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ വലത്തെ സൈഡിൽ ഇപ്പോൾ GSB ഒക്കെ ഇട്ട് നികത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ വളവനാട് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ ഒരു 2 സൈഡിലും, അതായത് ഈ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന ഭാഗത്തായിട്ട് തന്നെ
ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ അടിച്ച് നികത്തി ഈ ഒരു ഭാഗത്തെ പണിയും ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പണികൾ ഇനിയും ബാക്കിയുണ്ട്, ടാറിംഗ് വർക്കുകളൊക്കെ ഫിനിഷ് ആവാനുണ്ട്. ആ ഒരു ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. മിക്കവാറും ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുവഴി പോവുകയാണെങ്കിൽ ചിലപ്പം ടാറിംഗ് വർക്കുകൾ ചിലപ്പം പൂർത്തിയായിട്ടുണ്ടാവാം. കാരണം നമ്മൾ 22-ാം തീയതി എടുത്ത വീഡിയോ ആണ്, ഇന്ന് കുറച്ച് ദിവസമായി. അപ്പോൾ 22-ാം തീയതി എടുത്ത വീഡിയോ ഇന്നിടാൻ കാരണം നമ്മൾ ഓരോ പാർട്ടായിട്ടാണ് ഇടുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നാമതേ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ല. അപ്പം കുറച്ച് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വ്യൂസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മാതിരി പരിപാടി ചെയ്യുന്നത്. അല്ലെങ്കിൽ വ്യൂസൊക്കെ തോനെ ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം ഉള്ളത് അന്നേരം തന്നെ ചൂടപ്പം പോലെ ഇട്ട് തന്നേനെ. നമ്മൾ വളവനാട് കഴിഞ്ഞേച്ച് ഇനി നേരെ കലവൂർ ഭാഗത്തേക്കാണ് വരുന്നത്. കലവൂർ ഭാഗത്ത് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ കൃപാസനം ഭാഗത്തായിട്ടാണ് നമ്മുടെ ടോൾ പ്ലാസ വരുന്നത്. ടോൾ പ്ലാസ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇടത് ഭാഗത്തായിട്ട് തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പിന്നെ ബോക്സ് കൾവെറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഈ ഒരു ഭാഗത്ത് കുറച്ച് കോൺക്രീറ്റ് വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. നേരെ മുമ്പോട്ട് വരുമ്പം ദാണ്ട് ഇവിടെ 2 സൈഡിലുമായിട്ട് തന്നെ അതിൻ്റെ ടോൾ പ്ലാസ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ മുമ്പോട്ട് വരുമ്പോൾ ദാണ്ട് ഇവിടെയും വലത്തേ സൈഡിലായിട്ടൊരു ബിൽഡിങ്ങിൻ്റെ പണി ഇപ്പം പുരോഗമിക്കുന്നുണ്ട്. നേരെ മുമ്പോട്ട് പോവുകയാണ്. അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് തിരക്കുള്ളതാണ്. കൃപാസനം പള്ളി അടുത്തുള്ളതുകൊണ്ട് തന്നെ ധാരാളം വിശ്വാസികളൊക്കെ വന്ന് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതുവഴി വരുമ്പം ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞാലും പതുക്കെ വരാൻ ശ്രമിക്കുക. ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നുണ്ട്. ഇനി നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇനി നമ്മൾ നേരെ കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കായിട്ട് ഈ ഒരു ഭാഗത്തെ പണി കുറേ നാളിന് മുമ്പേ കഴിഞ്ഞ് കിടക്കുന്ന ഭാഗമാണ്. ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. അപ്പം നേരെ മുമ്പോട്ട് വരുമ്പം ദാണ്ട് ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ കലവൂർ അണ്ടർപാസിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പം കലവൂർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പണികളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയമായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചപ്പം കുറച്ച് പണി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട്. ഏകദേശം മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിക്ഷൻ സ്ലാബ് ഈ ഒരു ഭാഗത്തായിട്ട് 2 സൈഡിലുമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ പണികൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തും പണി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്തും കലവൂർ ഭാഗത്തായിട്ട് എത്തുമ്പോഴും പണി പുരോഗമിച്ചിട്ടുണ്ട്. നേരത്തെ ഈ കലവൂർ അണ്ടർപാസ് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ മുമ്പോട്ട് ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം പഴയ റോഡ് ഇതിന് ഇടയ്ക്കൂടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അത് ഡൈവേർഷൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. വലത്തേ സൈഡിലുള്ള സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പം നേരെ എറണാകുളം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അടിപൊളിയായിട്ട് മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. വലിയകലവൂർ ഭാഗത്തേക്ക് പോവുകയാണ്. വലിയകലവൂർ ഭാഗത്തോട്ട് പോകുമ്പോഴാണ് ആൾ ഇന്ത്യ റേഡിയോയുടെ ഒക്കെ ബിൽഡിംഗ് വലത്തേ സൈഡിലായിട്ടുള്ളത്. മാത്രമല്ല കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ലിമിറ്റഡിൻ്റെയും ബിൽഡിംഗ് ഒക്കെ വലത്തേ സൈഡിലാണ്. നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷനും ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതിൻ്റെ പണിയും വലുതായിട്ട് പുരോഗമിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ കിടക്കുകയാണ്. പിന്നെ ഇവിടെ 2 സൈഡിലും സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കലത്തെ ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടില്ല. നേരെ ഇനി നമ്മൾ നേരെ വലിയ കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം ആലപ്പുഴ ജില്ലയിൽ ആദ്യമായിട്ട് ഒരു അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണവും ടാറിംഗ് വർക്കുകളും ഒക്കെ കഴിഞ്ഞത് വലിയ കലവൂർ ഭാഗത്തായിട്ടാണ്. പക്ഷേ അണ്ടർപാസ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല. ഇപ്പോഴും നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം ഇടത്തെ സൈഡിലോട്ട് സർവീസ് റോഡിലോട്ടും ഡൈവേർഷൻ ചെയ്തിട്ടാണ് നമ്മളെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ എത്തുമ്പം പിന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കൺസ്ട്രക്ഷൻ ആ ഒരു ഭാഗത്തായിട്ട് ഇനി പുരോഗമിക്കാനുണ്ട്. ഇതിൻ്റെ നടുക്കായിട്ടുള്ള ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. വലത്തേ സൈഡിൽ നമ്മൾ കാണുന്ന നീല കെട്ടിടമാണ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിൻ്റെ ബിൽഡിങ്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് പിന്നെ ആൾ ഇന്ത്യ റേഡിയോയുടെ ഒരു സ്ഥാപനവും ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. നേരെ മുമ്പോട്ട് പോവുകയാണ്. ടാറിംഗ് വർക്കുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടില്ല. 2 സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെയുള്ള കാഴ്ചകളാണ് ഈ ഒരു ഭാഗത്തായിട്ട്. ഇനി പണി എല്ലായിടത്തും കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ ഒരുമിച്ചൊരു പണിയായിരിക്കും. 2ാമത്തെ ലെയർ ടാറിംഗ് വർക്കുകളും പിന്നെ ലൈൻ മാർക്കിങ്ങും പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിക്കുന്ന പരിപാടിയും എല്ലാം വരുന്നത്. ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ എവിടേക്കാണോ വരേണ്ടത് അവിടെ എല്ലാം വെക്കുന്നതായിരിക്കും.
നമ്മൾ വലിയ കലവൂർ അണ്ടർപാസ് ഇറങ്ങി നേരെ മുമ്പോട്ട് പോവുകയാണ്. വലിയ കലവൂർ അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ നേരെ പാതിരപ്പള്ളി ഭാഗത്തേക്കാണ്. ഈ വലിയ കലവൂർ അണ്ടർപാസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് ഫാസ്റ്റായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരപ്പള്ളി ഭാഗത്ത് അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷനാണ്. അവിടെയും കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ നേരെ ചേർത്തല ഭാഗത്തോട്ട് പോകുമ്പം കൂടുതലും, അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് നേരെ തോട്ടപ്പള്ളി ഭാഗത്തോട്ടും ഒക്കെ പോകുമ്പം കൂടുതലും സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്കെങ്ങാനും വെച്ചിട്ട് വലിയ വാഹനങ്ങളൊക്കെ എങ്ങാനും വണ്ടി അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയ ബ്ലോക്കാണ് ഉണ്ടാകുന്നത്. നമുക്ക് സർവീസ് റോഡിലാണെങ്കിൽ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു പോകാനും പറ്റത്തില്ല. വണ്ടി തിരിച്ച് എടുത്ത് ബാക്കിലോട്ട് പോകാനൊന്നും പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഈ സർവീസ് റോഡിൽ കൂടിയൊക്കെ വാഹനങ്ങൾ പോകുമ്പം ശ്രദ്ധിച്ചു പോകാൻ ശ്രമിക്കുക. നമ്മളിനി നേരെ വരുന്നത് പാതിരപ്പള്ളി അണ്ടർപാസിൻ്റെ അടുത്തേക്കാണ്. ഇവിടേക്ക് ഇനി ഇടയ്ക്കായിട്ടുള്ള ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. ഈ ഒരു ഭാഗത്തുമൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നേരെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ പാതിരപ്പള്ളി അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിപൊളിയായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അപ്പം ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും, അതായത് അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്ത് അപ്പുറത്തും ഇപ്പുറത്തും ടാറിംഗ് വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെയും ഇടയ്ക്കായിട്ട് വരുന്ന ക്രാഷ് ബാരിയറുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. പിന്നെ വലതുഭാഗത്തായിട്ടുള്ള നമ്മുടെ ക്രാഷ് ബാരിയറുടെ കോൺക്രീറ്റും ബാക്കിയാണ്. അപ്പോൾ അങ്ങനെ പാതിരാപ്പള്ളി ഭാഗത്തെയും അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പം വലിയ കലവൂരിൽ നിന്ന് കലവൂർ കഴിഞ്ഞിട്ട് നമുക്ക് വലിയ കലവൂരിൻ്റെ മുകളിൽ കൂടിയും ഇപ്പം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ പാതിരാപ്പള്ളി അണ്ടർപാസിൻ്റെയൊക്കെ മുകളിൽ കൂടി വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റുന്ന രീതിയിലാകും എന്നാണ് കരുതുന്നത്. അത് കഴിഞ്ഞേച്ച് പിന്നെ നേരെ മുമ്പോട്ടുള്ള ഭാഗത്തേക്ക് പാതിരാപ്പള്ളി കഴിഞ്ഞേച്ച് പിന്നെ പൂങ്കാവ് അണ്ടർപാസിൻ്റെ അടുത്തോട്ട് വരുമ്പം കുറച്ചുകൂടെയൊക്കെ ഈ പണി ഫാസ്റ്റായിട്ട് തന്നെയാണ് നടക്കുന്നത്. എങ്കിലും കഴിഞ്ഞിട്ടില്ല, ടാറിംഗ് ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. നമ്മളിപ്പം നേരെ പൂങ്കാവ് അണ്ടർപാസിൻ്റെ അടുത്തോട്ട് വരുമ്പം കാണാൻ പറ്റും അണ്ടർപാസിൻ്റെ വടക്കേ സൈഡിൽ, അതായത് നമ്മളിപ്പോൾ പോകുമ്പം അണ്ടർപാസിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടുള്ള സ്ഥലത്തായിട്ടാണ് ടാറിംഗ് വർക്കിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അണ്ടർപാസിൻ്റെ അപ്പുറത്തെ സൈഡിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ട് ഒരു സൈഡ് എത്തി നിൽക്കുകയാണ്. കുറച്ച് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പാതിരാപ്പള്ളി കഴിഞ്ഞ് പൂങ്കാവ് അണ്ടർപാസിന് ഇടയ്ക്കായിട്ട് തന്നെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻ്റ് കഴിഞ്ഞാണ് നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നത്. രണ്ട് സൈഡിലെയും ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ അണ്ടർപാസിൻ്റെ ഒരു സൈഡിലായിട്ടുള്ള ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വർക്കുകളാണ് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുള്ളത്. തൊട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കോട്ടയം ഭാഗത്ത് നിന്നോ കൊണ്ടുവന്ന ചുമന്ന മണ്ണാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നേരെ ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞേച്ചെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് രാവിലെ പോയി വീഡിയോ എടുത്തത്. അപ്പം നേരെ ഇനി നമ്മൾ പൂങ്കാവ് കഴിഞ്ഞേച്ച് നേരെ തുമ്പോളി ഭാഗത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി നേരെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തുമ്പോളി കഴിഞ്ഞാൽ പിന്നെ കൊമ്മാടിയിൽ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തും. അതിന് മുമ്പായിട്ട് തന്നെ തുമ്പോളി അണ്ടർപാസും. അപ്പോൾ ഇവിടെ ഇത്രത്തോളം ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. ഇവിടെ വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. കാരണം അവർ വലിയ കലവൂർ അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ പണി നടത്തി കഴിഞ്ഞത് പാതിരപ്പള്ളിയായിരുന്നു. അത് കഴിഞ്ഞേച്ച് പിന്നെ ഇപ്പം പൂങ്കാവ് അണ്ടർപാസിൻ്റെ അടുത്തുള്ള പരിപാടികൾ തുമ്പോളി ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് നല്ല രീതിയിലുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വാൾ ബ്ലോക്കൊക്കെ വെച്ച് തുടങ്ങേണ്ട പണികൾ ഇപ്പുറത്തെ സൈഡിലായിട്ടൊക്കെ ഒരുപാടുണ്ട്. അപ്പം അപ്പുറത്തെ സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കാണുന്ന സൈഡിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് ഇട്ട് ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ കൊമ്മാടി ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ കുറച്ച് ടാറിംഗ് ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുന്നത്. അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞേച്ച് പിന്നെ നേരെ മുമ്പോട്ട് കൊമ്മാടി ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള വാൾ ബ്ലോക്ക് വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയവരുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ കുറേ നാളിന് ശേഷമായിട്ടാണ് പണി പുരോഗമിക്കുന്നത്. എങ്ങനെ കിടന്ന സ്ഥലമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പഴയ റോഡ് ഇടത്തേ സൈഡിൽ നിലവിലുണ്ട്. സർവീസ് റോഡ് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട്. അപ്പം ഇടത്തേ സൈഡിലായിട്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ
എക്സ്റേ ജംഗ്ഷൻ മുതൽ ആലപ്പുഴ ബൈപ്പാസ് ആരംഭിക്കുന്ന കൊമ്മാടി വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കണ്ണിൽ കണ്ടിടത്തോട്ടെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആയിരിക്കും വരുന്നത്. അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ബൈപ്പാസിൽ നടക്കുന്നത്, എങ്കിലും പൂർണ്ണമായിട്ട് തന്നെ ചാമ്പുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.